കേരളോത്സവം 2024 ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നവംബർ 30 മുതൽ ഡിസംബർ 8 വരെയായി നടത്തപ്പെടുകയാണ്. കായിക മത്സരം ചെറുപുഴ കാക്കേഞ്ചാൽ സെൻറ് മേരീസ് സ്കൂളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്നലെ സ്കൂളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ മാഷിൻ്റെ അധ്യക്ഷതയിൽ നടന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, കായിക അധ്യാപകർ മുതലായവരുടെ സാന്നിധ്യത്തിലാണ് സംഘാടക സമിതി രൂപീകരണം നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം നടത്തുകയാണ്. ഇന്നാണ് ബാലേട്ടൻ വിവരങ്ങളൊക്കെ പറഞ്ഞത്. ശനിയാഴ്ച ഇവിടെ വെച്ചാണ്. അതിന് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. എങ്കിൽ കൂടി നമ്മളെ ചെറുവെച്ച് നടക്കുമ്പോൾ അത് ഏറ്റവും സെൻറ് മേരീസ് സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മുഴുവറ്റ രീതിയിൽ നടത്തേണ്ട ഒരു ആവശ്യം നമുക്ക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പഞ്ചായത്തിലെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബ്ലോക്കിൻ്റെ മത്സരം ഇവിടെ വെച്ച് നടത്തപ്പെടുന്നു എന്ന് അറിയാനായിട്ട് സാധിച്ചു. കൂടുതലായിട്ട് എനിക്കറിയില്ല. ഈ രണ്ട് മത്സരങ്ങളും ഏറ്റവും നല്ല രീതിയിൽ മുഴുവറ്റ രീതിയിൽ നടത്തേണ്ടത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രധാനമായ ഒരു ഘടകമാണ് നമുക്കറിയാം. ഒരു വർഷം മുമ്പ് നമ്മൾ പഞ്ചായത്ത് തല കായികമേള സെൻറ് മേരീസ് സ്കൂളിൽ വെച്ച് വളരെ ഭംഗിയായി നടത്താൻ നോക്കുകയാണ്. അത് സംഘാടനത്തിലും നടത്തിപ്പിലും ഏറ്റവും മികച്ച രീതിയിൽ നടന്ന ചെറുപുഴ പഞ്ചായത്തിലെ പരിപാടികളിലൊന്നാണ്. കലോത്സവം കഴിഞ്ഞ വർഷം നടന്നത് തിരുമേനിയിൽ വെച്ചാണ്. അതും വളരെ ഗംഭീരമായ തോതിൽ നടത്താൻ വേണ്ടി ഇതര മത്സരങ്ങളെല്ലാം കഴിഞ്ഞ വർഷം മഴയുടെ ശല്യം ഉണ്ടായിട്ടും കബഡി ഉൾപ്പെടെയുള്ള മത്സരങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം വളരെ പെട്ടെന്നാണ് അറിയിപ്പ് കിട്ടിയത്. നവംബർ 30 മത്സരങ്ങൾ നടത്തി തീർക്കണം എന്നാണ് അറിയിച്ചതെങ്കിൽ അത് നടക്കാത്തതുകൊണ്ട് ഡിസംബർ 8 വരെ നമുക്ക് സമയമുണ്ട്. കായികമേള തുടങ്ങിയാൽ 1 ഫുട്ബോൾ എന്നീ എല്ലാ ദിവസവും തുടരെ മത്സരങ്ങളാണ്. 7 കലോത്സവം പ്രാപ്പോയിലിൽ വെച്ച് പ്രാപ്പോയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. 8 ക്രിക്കറ്റ് മത്സരത്തോടെ കേരളോത്സവ പരിപാടികൾ നമ്മൾ അവസാനിക്കും. 8 തന്നെ കുഞ്ഞിമംഗലത്ത് ബ്ലോക്ക് തല ഫുട്ബോൾ മത്സരം നടക്കുക. അന്ന് മുതൽ തുടങ്ങുന്ന മത്സരം 22 പെരിങ്ങോത്ത് നടക്കുന്ന, മിക്കവാറും വയക്കര സ്കൂളിലായിരിക്കുന്നതാണ് വിചാരിക്കുന്നത്, പെരിങ്ങോത്ത് നടക്കുന്ന കലോത്സവത്തോടെ ബ്ലോക്ക് തല മത്സരങ്ങളും അവസാനിക്കുക. കഴിഞ്ഞ വർഷത്തെ ഒരു ബ്ലോക്ക് തല മത്സരത്തിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ ചെറുപുഴ പഞ്ചായത്തായിരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. ചെറുപുഴ പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതിൽ പ്രധാന കാരണം നമ്മുടെ കായിക മികവാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികവുറ്റ കായിക താരങ്ങളുള്ള വിദ്യാലയങ്ങളുള്ള പഞ്ചായത്ത് ചെറുപുഴയാണ്. മോശമായി നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് വന്ന് വലിയ വിധമൊന്നും വരാമൊന്നുമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട വന്നത് നമ്മുടെ ഭക്ഷണത്തിനാണ്. ഏറ്റവും ചിലവ് ഭക്ഷണത്തിനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 200 ആളുടെ ഓർമ്മത്തിലാണെങ്കിൽ ഒരു 200 ആളുടെ മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.